നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഈ മാസം ഉണ്ടാകുമെന്ന സൂചന. കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ചില കാര്യങ്ങളുടെ വ്യക്തത വരുത്താൻ കോടതി കേസ് ഇടയ്ക്ക് പരിഗണിച്ചിരുന്നു. ഈ മാസം 10-ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് വിധി പ്രഖ്യാപിക്കുന്ന തീയതി തീരുമാനിച്ചേക്കും. ഈ മാസം അവസാനത്തോടെ വിധി വരുമെന്നാണ് കരുതുന്നത്. കേസിൽ നേരത്തെ 14 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. 4 പേർ മാപ്പുസാക്ഷികളായോടെ 10 പ്രതികളാണുള്ളത്. പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത്. മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണിത്. വിധി ദിലീപിന് നിർണായകമായെന്ന്. 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വാഹനത്തിൽ വെച്ച് നടി പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസ്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. 3 മാസം കഴിയവേ ദിലീപ് കേസിന് ബന്ധമുണ്ട് എന്ന ആരോപണം. തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3 മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ രണ്ട് തട്ടിലായി മലയാള സിനിമാ ലോകം. പ്രതിയെ നിരന്തരമായി അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു. സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി. 2021-ലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ദിലീപിനെതിരായിരുന്നു വെളിപ്പെടുത്തലുകൾ. തുടർന്ന് കേസ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. ദിലീപിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്ത് വന്നു. പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി. നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടന അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവമുണ്ടായി. തുടർന്ന് WCC എന്ന കൂട്ടായ്മ രൂപപ്പെട്ടു. ഹേമ കമ്മിറ്റി സർക്കാർ നിയോഗിച്ചത് പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ്. തങ്ങൾക്ക് നേരിട്ട ദുരിതാനുഭവങ്ങൾ നടിമാരായ ഹേമ കമ്മിറ്റിക്ക് മുമ്പായി തുറന്നു പറയുകയും ചെയ്തു. വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത്.